നിലവിലെ സാഹചര്യത്തിൽ ഏതായാലും ഒളിച്ചോടാൻ താൻ തയ്യാറല്ല എന്ന് തന്നെയാണ് രാഹുൽ പറയുന്നത്. മാത്രമല്ല, ഇന്നത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ഒരു പക്ഷേ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പണി പാളുക തന്നെ ചെയ്യും. കാരണം അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1,00,000 രൂപയുടെ ആൾജാമ്യത്തിന് വിട്ട് അയക്കണം എന്ന കർശനമായി തന്നെ കോടതി പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. അതായത് പ്രധാനമായും ഇവിടെ നോക്കേണ്ടത് രാഹുൽ യുവതിയുടെ സമ്മതമില്ലാതെ യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ യുവതിയുടെ പ്രകാരമാണ് അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പകർത്തിയത് എങ്കിൽ എന്തായിരിക്കും തീരുമാനമെന്ന് അറിയേണ്ടതുണ്ട്. ഒപ്പം അതുപോലെ തന്നെ രണ്ടുപേരുടെയും ഒരു സ്നേഹബന്ധം, അത് നല്ലപോലെ പോയിരുന്ന സ്നേഹബന്ധം വഷളാവുകയായിരുന്നു. പിന്നാലെയാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറിയതും. മാത്രമല്ല, യുവതിയും രാഹുലും ഒന്നിച്ച് താമസിച്ചു എന്ന് പറയുന്ന ഫ്ളാറ്റുകളുണ്ട്. അത് തിരുവനന്തപുരത്തുമുണ്ട്, പാലക്കാടുമുണ്ട്. ഈ രണ്ടിടങ്ങളിലും ഒരുപക്ഷെ കൊണ്ടുപോയി തെളിവെടുക്കാനുള്ള സാധ്യതയുണ്ട്. CCTV ദൃശ്യങ്ങൾ അടക്കമുള്ളവ പരിശോധിക്കാനുള്ള സാഹചര്യമുണ്ട്. മാത്രമല്ല, MLA പോലെ രാഹുൽ മാങ്കൂട്ടം പോലെയുള്ള വളരെ ജനപ്രസിദ്ധനായിട്ടുള്ള ഈ ഒരു വ്യക്തി ഈ ഹോട്ടലുകളിലും ഒപ്പം അതുപോലെ തന്നെ ഈ ഫ്ളാറ്റുകളിലും വന്നു പോകുന്നത് ഇതുവരെയും ആരും ശ്രദ്ധിച്ചില്ലായിരുന്നോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും രാഹുൽ ഒളിച്ചോടാൻ തയ്യാറല്ല. താൻ ഒരു തരത്തിലും ഒരു യുവതിയുടെ സമ്മതമില്ലാതെ ഷേക്ക് ഹാൻഡ്സ് പോട്ടെ, എന്തിന് തൊടുക പോലും ഞാൻ ചെയ്യാറില്ല, ഒരു തരത്തിലും ഞാൻ ഷേക്ക് ഹാൻഡ്സ് പോലും കൊടുക്കാറില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. മാത്രമല്ല, തനിക്ക് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, ജനങ്ങളുടെ മുന്നിൽ എല്ലാം ബോധിപ്പിക്കാനുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടം മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ശാസ്തമംഗലം അജിത്തിന്റെ ഒരു പ്രധാനപ്പെട്ട റോള് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അജിത്ത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇത്തരത്തിലുള്ള കേസുകൾ, അതായത് ആദ്യം ഇവർ തമ്മിൽ നല്ലൊരു ബന്ധം ആയിരുന്നു, ആ ബന്ധത്തിൽ ഇവർ തമ്മിൽ പരസ്പരം ബന്ധപ്പെടുന്നു, അതിനുശേഷം ഇതൊരു പ്രണയം നശിച്ചു പോകുമ്പോൾ, അതായത് ഒരു ആണിന് ഒരു ബന്ധത്തിൽ നിന്നും പിന്മാറാനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അങ്ങനെ ബന്ധത്തിൽ നിന്ന് പിന്മാറുമ്പോൾ 24 മണിക്കൂർ അല്ലെങ്കിൽ എല്ലാ വർഷവും ആ പുരുഷന് ആ സ്ത്രീയോട് പൂർണ്ണമായി സ്നേഹത്തോടു കൂടി കഴിഞ്ഞു പോകാൻ കഴിയുമോ? ആ പുരുഷൻ ആ ബന്ധത്തിൽ നിന്നും നോ പറഞ്ഞിറങ്ങാനുള്ള സമ്മതമില്ലേ? അങ്ങനെ ഇറങ്ങുമ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ടോർച്ചറിങ്, എന്തിനാണ് ഇത്തരത്തിലുള്ള പരാതികൾ എന്നൊക്കെയാണ് ചോദ്യം വരുന്നത്. ഏതായാലും അജിത്തും രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഏതായാലും ഇന്നും നാളെയും മറ്റന്നേയും ഇന്നത്തെ ചോദ്യം ചെയ്യൽ ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. നാളെയും മറ്റന്നേയും തിരുവനന്തപുരത്ത് തന്നെയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടത്തേക്ക് പോലീസ് സംഘം കൊണ്ടുപോകുമോ എന്നടക്കമുള്ള കാര്യവും കണ്ടറിയണം. ഏതായാലും 3 ദിവസത്തേക്ക് തിരുവനന്തപുരത്ത് തന്നെ രാഹുൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, തിരുവനന്തപുരത്താണെങ്കിൽ യുവതിയും ഇവിടെയാണ് താമസിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഒരു കാരണവശാലും പരാതിക്കാരിയെ കാണുവാനോ ബന്ധപ്പെടുവാനോ ശ്രമിക്കരുത് എന്ന കർശന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ കഴിഞ്ഞ 3-4 മണിക്കൂറായി ചോദ്യം ചെയ്യുകയാണ്. 3-4 അല്ല, അതിൽ കൂടുതൽ മണിക്കൂറായി ചോദ്യം ചെയ്യുന്നു. 4 മണിവരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് ചോദ്യം ചെയ്യുന്നത്. നാളെയും മറ്റന്നേയും രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യും. ഈ ചോദ്യം ചെയ്യുന്ന സ്ഥലത്തിന് പുറത്തായി അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത് ഉണ്ട്. രാഹുലിനെല്ലാം കൃത്യമായി തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. മറ്റൊന്നുമല്ല, സത്യം എപ്പോഴായാലും വിജയിക്കും, അത് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് ലൈംഗിക ബന്ധങ്ങൾ ഓരോ കേസിൽ നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇതിനു മുൻപ് ഉണ്ടായിരിക്കുന്നത്. കോടതിയിൽ നിന്നും അക്കാര്യം പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ നിർണായകമാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ടോ, അത് സൂക്ഷിച്ചിട്ടുണ്ടോ? മറ്റൊന്ന്, ഈ പറയുന്ന പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിദ്രം നടത്തിയത് യുവതികളെ പ്രേരിപ്പിച്ചാണോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയാണോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചോദ്യം ചെയ്യലിനാണ് ഇപ്പോൾ ഹാജരായിരിക്കുന്നത്. പേരൂർക്കട അഗസ്ത്യ ഗസ്റ്റ് ഹൗസിലാണ് ചോദ്യം ചെയ്യൽ. വൈകിട്ട് 4 മണി വരെ രാഹുലിനെ ചോദ്യം ചെയ്യും. കേസിൽ നേരത്തെ രാഹുലിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും നിർണായക തെളിവായ മൊബൈൽ ഫോൺ പരിശോധനയ്ക്കായി കൈമാറണമെന്നുമുള്ള കർശന ഉപാധികളോടുകൂടിയാണ് ജാമ്യം ലഭിച്ചത്. മറ്റ് 2 ബലാത്സംഗ കേസുകളിൽ നേരത്തെ കീഴ്ക്കോടതികൾ രാഹുലിന് ജാമ്യം അനുവദിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമാണ് ആദ്യ കേസിലെ മുൻകൂർ ജാമ്യം. ഈ മാസം 16, 17, 18 തീയതികളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചാണ് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് മുൻകൂർ ജാമ്യം നൽകിയത്. ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ബന്ധമാണ് ഇരുവരും തമ്മിലെന്ന് വാട്സപ്പ് ചാറ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നു എന്ന് കോടതി നിരീക്ഷിച്ചു. ഗർഭഛിദ്രം യുവതിയുടെ സമ്മതപ്രകാരമെന്നും മരുന്നെത്തിച്ചത് യുവതിയുടെ ആവശ്യപ്രകാരമാണെന്നുമാണ് ചാറ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നും കോടതി പറയുന്നു.
രാഹുലാണ് മരുന്ന് എത്തിച്ചത് എങ്കിലും ഇക്കാര്യത്തിൽ പ്രതിയുടെ മാത്രം നിർബന്ധമായിരുന്നു കാരണം എന്ന പരാതിക്കാരിക്ക് വിചാരണ വേളയിൽ തെളിയിക്കാമെന്നും ഉത്തരവിൽ പറയുന്നുണ്ടായിരുന്നു. രാഹുൽ നിരന്തരം കുറ്റവാളിയെന്ന് സർക്കാരിന് വേണ്ടി DGP വാദിച്ചുവെങ്കിലും ഈ കേസിന് ശേഷമാണ് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തതെന്ന കാര്യം കോടതി ഓർമ്മിപ്പിച്ചിരുന്നു. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്യുന്നത്. രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. യുവതിയെ പീഡിപ്പിച്ച ഫ്ളാറ്റിൽ ഉൾപ്പെടെ രാഹുലിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യ ബലാത്സംഗ കേസിലാണ് ചോദ്യം ചെയ്യൽ. അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം 10 മണിയോടെ രാഹുൽ തിരുവനന്തപുരത്തെത്തിയിരുന്നു. പേരൂർക്കടയിലെ പോലീസ് ക്ലബ്ബിൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന AIG G പൂങ്കുഴലിയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. 1.5 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷം രാഹുലിനെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. രാഹുലിനെ ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാക്കുന്നതിന് കോടതി അനുമതി നൽകിയിരുന്നു. വൈകാതെ രാഹുലിന്റെ മെഡിക്കൽ പരിശോധനയും നടത്തും. രാഹുലിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് പരിശോധനയ്ക്ക് അയക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലിനായി 3 ദിവസത്തേക്ക് ഹാജരാകാനാണ് ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യ ബലാത്സംഗ കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. യുവതിയും രാഹുലും തമ്മിൽ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്ന യുവതി സ്വമേധയാ ഗർഭഛിദ്രത്തിന് മരുന്നു കഴിക്കുകയായിരുന്നുവെന്നും വിലയിരുത്തലിലാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത മറ്റ് 2 ബലാത്സംഗ കേസുകളിൽ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് പിന്നീട് ബന്ധം തകരുമ്പോൾ ബലാത്സംഗമായി പരാതി നൽകുകയും ചെയ്യുന്നത് നിലനിൽക്കില്ല എന്ന സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചത്. ചോദ്യം ചെയ്യുന്ന സമയം കസ്റ്റഡിയായി കണക്കാക്കി ലൈംഗിക ശേഷി പരിശോധന ഉൾപ്പെടെയുള്ളവ നടത്താം. രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ ജാമ്യത്തിൽ വിടണമെന്നും കോടതി നിർദ്ദേശിച്ചു. എല്ലാം 2-ാം ശനിയാഴ്ചയും രാവിലെ 10-നും 11-നും ഇടയിൽ രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം. പരാതിക്കാരിയെയോ സാക്ഷികളെയോ ബന്ധപ്പെടാൻ ശ്രമിക്കരുത്. കേരളം വിട്ടുപോകരുത്. പാസ്പോർട്ട് സമർപ്പിക്കണം. കേസിലെ നിർണായ തെളിവായ മൊബൈൽ ഫോൺ അന്വേഷണ സംഘത്തിന് കൈമാറണം ഉത്തരവിൽ പറയുന്നുണ്ടായിരുന്നു. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു താനും യുവതിയും തമ്മിലെന്നും ബന്ധത്തിൽ വിള്ളലുണ്ടാകുമ്പോൾ പരാതി നൽകിയതാണ് എന്നും കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നുമാണ് രാഹുലിന്റെ വാദം. രാഹുൽ ഏറെ സ്വാധീനമുള്ള വ്യക്തിയാണെന്നും മുൻകൂർ ജാമ്യം ലഭിച്ചാൽ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്നും ആയിരുന്നു പരാതിക്കാരിയുടെയും പോലീസിന്റെയും വാദം. പരാതിക്കാരുടെ മൊഴി പരിശോധിച്ച കോടതി ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമാണ് എന്ന് നിരീക്ഷിച്ചിരുന്നു. തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ 2-ാം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യവും 3-ാം ബലാത്സംഗ കേസിൽ ജാമ്യവും ലഭിച്ചിരുന്നു.